നിങ്ങൾ? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പേരിൽ വലിയ ഒരു ആരോപണമായി മറ്റൊന്ന് പറഞ്ഞത് അവർ സലഫി ഫെസ്റ്റ് നടത്തിയവരാണെന്നാ. മുജാഹിദുകൾ നടത്തിയിട്ടില്ല. മുജാഹിദ് വിഭാഗത്തിൽ നിന്ന് തെറ്റിപ്പോയ ആളുകൾ അവരാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തിയത്. മുജാഹിദുകൾ ചെയ്തിട്ടില്ല. പക്ഷേ നിങ്ങൾ അറിയുമല്ലോ, മാലിക് ദിനാർ ഇസ്ലാമിക് കോംപ്ലക്സ് ആ സംഘം നടത്തിയ പ്രവർത്തനം ഇവിടെ ഇതാ ക്ലിപ്പ് നിങ്ങൾക്ക് കാണാൻ കഴിയും. അവർ സ്കൂളിൽ നടത്തിയ പരിപാടി അതൊന്നിട്ട് നോക്കൂ നിങ്ങൾ. കോട്ടെ ചുട്ട് പിടിച്ചുകൊള്ളാം. ആയി തൊപ്പിട്ട മൗലിയരും വന്നു. ആണ് പെണ്ണിന്റെ വേഷം കെട്ടി. അവർ സ്കൂളിൽ നടത്തിയ പരിപാടി രണ്ടും വളരെ കൃത്യമായി നമുക്ക് കാണാൻ കഴിയും. മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം അത്തരം വിഷയങ്ങൾ ചെയ്തിട്ടില്ല. ഇനി നിങ്ങൾ നോക്കൂ, വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി കൂടി ഞാൻ നിങ്ങളോട് പറയുകയാണ്. മുജാഹിദുകളെ കുറിച്ച് വലിയ ആക്ഷേപം അവർ ജാറത്തിൽ നടക്കുന്ന വിഷയങ്ങളെ എതിർക്കുന്നു എന്നതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ, ജാറത്തിൽ നടക്കുന്ന സംഭവത്തെ എതിർക്കുന്നു എന്ന് അതും കൂടെ കാണിച്ചുകൊണ്ട് ഞാൻ വിഷയത്തിന്റെ മറ്റൊരു ഭാഗത്തിലേക്ക് കടക്കുകയാണ്. നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, എന്താണ് അവിടെ നടക്കുന്ന സംഭവങ്ങൾ നിങ്ങൾ കണ്ടു നോക്കൂ സഹോദരങ്ങളെ.
കണ്ടോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പള്ളിയുടെ മുന്നിലാണ് ഈ ബാൻഡ് മേളം നടന്നത്, പള്ളിയുടെ മുന്നിലാണ് ഈ കോമരം തുള്ളൽ നടന്നത്. അകത്ത് പള്ളിയിൽ ഉസ്താദ് ഖുത്ബ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കള്ള് കുടിച്ച് മതോന്മത്തനായ ആളുകൾ പോലും പള്ളിയുടെ വരാന്തയിലൂടെ പിടിച്ചുകൊണ്ടുപോകുന്ന ദാരുണമായ അവസ്ഥ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സ്ഥലത്തല്ലല്ലോ, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പള്ളികളിലല്ല, മറിച്ചിതാ ഇവിടെ പ്രസംഗിച്ച ആളുകൾ തന്നെ പറയുന്ന അവരുടെ പള്ളികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കാണുന്ന സംഭവങ്ങളാണ്. ഇങ്ങനെ ദാരുണമായ എത്ര അവസ്ഥ ഈ സമുദായത്തിന് പറയാനുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മതതത്വങ്ങളിൽ നിന്ന് മാറി പുതിയ പുതിയ ആശയങ്ങൾക്ക് രൂപകൽപ്പന ചെയ്തു. കണ്ടോ, മിമ്പറിൽ നിന്ന് ഇമാം പറയുന്നു, പക്ഷെ അത് കേൾക്കാൻ ആളില്ല. അത് കേൾക്കുന്ന ആളുകൾ പോലും പുറത്തു നടക്കുന്ന പേക്കൂത്തെന്താണെന്ന് തിരിഞ്ഞു നോക്കുന്ന ആളുകളാണ്. കണ്ടോ നിങ്ങൾ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 500-ൽ പരം ഖുത്ബകൾ നടത്തി. നബി തങ്ങൾ 500-ൽ പരം ഖുത്ബകൾ അവിടുന്ന് നടത്തി. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സമുദായത്തെ സമുദ്ധരിക്കാൻ വേണ്ടി, ഈ സമുദായത്തിന്റെ ഉദ്ധാരണത്തിന് വേണ്ടി, ഈ സമുദായത്തിന് നന്മകൾ പഠിപ്പിച്ചു കൊടുക്കാൻ മിമ്പറിൽ നിന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 500-ൽ പരം ഖുത്ബകൾ നടത്തി. എല്ലാ ഖുത്ബയിലും പ്രധാനത്തോടുകൂടി നബി തങ്ങൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്ന ഖൈറൽ ഹദീസ് കിതാബുല്ലാഹ് വഖൈറൽ ഹദി ഹദി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വശറൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ലു മുഹ്ദസത്തിൻ ബിദ്അ വകുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ.